പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെയാണ് വാപ്പോ നമ്മളിപ്പോ ലാൻഡ് ചെയ്തിക്കണേ? മാരിയമ്മൻ അൽവ ബസാറിന്റെ മുന്നിലാണ് ഈ കാണുന്നിട്ട മക്കളെ. ഇന്നേ വരെ കാണാം. നമ്മൾ ഈ മെയിൻ റോഡ് വന്നാണ് ഇങ്ങോട്ട് കാണിക്കുമ്പോ ഒന്നും ഇല്ലായിരുന്നു അല്ലേ? അതെ, റോഡ് താത്തൽ തുടങ്ങിയില്ല. അതൊക്കെ ചേട്ടൻ വിളിക്കണ്ടേ? ആവോ അപ്പൊ ചേട്ടനാണ് ഈ അൽവ ബസാർ, മാരിയമ്മ അൽവ ബസാറിന്റെ ഓണറല്ല, മൊലാളിയല്ല, സ്റ്റാഫായി മൊലാളിയല്ല. നിങ്ങളെന്നെ നോക്കണേ, നിങ്ങളെന്നെ മൊലാളി. അപ്പൊ മുത്തുമണിയാളെ അതിന്റെ ഫ്രണ്ടേജിൽ നമ്മള് നേരെ ഇടിമുക്കൽ ഭാഗത്തേക്ക് ഫസ്റ്റായിട്ട് വന്ന മാറ്റല്ല. അപ്പൊ അതെ, അത് നല്ല മാറ്റാണ്. പക്ഷെ ഇവരൊക്കെ ആ കുടുംബമല്ല. അപ്പൊ ഇതിന്റെ പണി കഴിഞ്ഞാല് ഇവർക്ക് ഇതില്ലല്ലോ, പാർക്കിങ് കാര്യമൊക്കെ പോയില്ല. പാവങ്ങള് അതൊക്കെ പോകും. എന്തായാലും വികസനം വെച്ചെന്ന് പറഞ്ഞേ, അല്ല വേറെ സ്കോപ്പിലല്ല. അപ്പൊ വേറെ പാർക്കിംഗ് വരും. അതാണ്. അപ്പൊ ഇത് കാണുന്ന മക്കളെ എവിടെയാണോ? അതിന് നമ്മളെ വിക്രസം കണ്ട ആറാടുന്നുണ്ട്. ചേർച്ചി കുണ്ടാ? ചേർച്ചി കുണ്ടൊന്നല്ല, ഇത് ഒന്നൊന്നര കുണ്ടാണ്. ഇത് അലാക്കിന്റെ കുണ്ടാണ്. അപ്പൊ നമ്മൾ ചേർച്ചിക്കുണ്ടിന്റെ അർത്ഥം ഇല്ലെങ്കിലും കൂടിയിട്ട് തെച്ചില്ലാത്ത നല്ലൊരു കുണ്ടാണ്. അതെ, ഈ ചെരിച്ചുകുണ്ട് പറഞ്ഞ സ്വാഗതന്മാരുള്ള കുണ്ടാണ്. അതാണ് കൂടെ നമ്മളെ റോഡ് പോകണ്ട. അതുകൊണ്ടാണ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതാകെ ഇതാകണ്ട. ഇതെന്താണ് വല്ല ദുരന്ത ഭൂമി. ഹേയ്, പടവെട്ടി ചെയ്തായിന്ന് പറഞ്ഞ മാതിരിയാണ്. അതെ, നമ്മളെ റിംഗ് ഒക്കെ ഇവിടെ കറക്റ്റ് എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ റിംഗ് ഇത് അടിക്കാനുള്ള ചുമരുകൾ ഹോൾസും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പട്ടിക്കൂട് പട്ടിക്കൂടല്ല, അതല്ല ചുമരുമ്പലേ പട്ടിക്കൂട് നെറ്റ്. അതെ, ഇതാ ഈ ഓട്ടയും മതിൽമലൊക്കെ തൊളഹാണ്ടില്ല നിങ്ങള്. ആ തൊളിയിലൊക്കെ കോൺക്രീറ്റും ചെയ്തില്ല, കമ്പി അടിച്ചു കയറ്റി. അതാണ്. അപ്പൊ വെടിമരുന്ന് വെക്കാനുള്ളതല്ല. അപ്പൊ നമ്മളെ എന്താണ് പള്ളിപ്പടിക്കല്ല, ഈ നെറ്റ് അടി കയറ്റിട്ട് പള്ളിപ്പടിക്ക് കണ്ട മാതിരില്ല അതേ സിസ്റ്റം തേപ്പണല്ലേ ആ ഭാഗത്ത് കണ്ട അതേ സിസ്റ്റം. അതാണ്. പിന്നെ നമ്മളെ അണ്ടർപാസുമൊക്കെയുള്ള ആ കട്ടന്റെ വർക്ക് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ലേന്ന്. ഇപ്പൊ നമ്മള് മുന്നിൽ നടക്കണത് എന്തൊക്കെ നടന്നിട്ടില്ലേന്ന്. ഇപ്പൊ നമ്മളെ വിക്രസന് നമ്മളെ നെണ്ട് എല്ലാരും കൂടി ആറാടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളെ ഫൗണ്ടേഷന്റെ ഭാഗമാണ്, രണ്ട് സൈഡ് സർവീസ് റോഡിന്റെ ഭാഗമാണ് ആ കാണുന്നത്. പക്ഷെ കട്ട ഏകദേശം നമ്മൾ ഈ നിക്കണ ഈ കട്ടന്റെ ഈ ഹൈറ്റ് വരെ ഏകദേശം വരാനുണ്ട്. ഏകദേശം ഒരു 300 മീറ്ററോളം ആ റോട്ട് വന്ന് നമ്മൾ അവിടെ വരാണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് കണ്ടില് മാറ്റങ്ങൾ, ഇടിമുഴക്കല് ഭാഗം, ഇതൊക്കെ നല്ല മാറ്റങ്ങൾ പറഞ്ഞ. അതെ അതെ, നമ്മള് ഇതാ വീടുകളൊക്കെ പൊളിച്ചു പോയതിന്റെ ബാക്കി ഭാഗം. പിന്നെ നമ്മളെ സർവീസ് റോഡ് കൂടെയാണ് ഇപ്പൊ ബൈക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും. ചെറുതായിട്ട് മെറ്റലും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിരുന്നത് ആ ബൈക്ക് വരുന്നതൊക്കെ പുതിയ സർവീസ് റോഡ്. അതെ, അപ്പൊ നമ്മളെ കട്ടന്റെ ഭാഗം നമ്മള് കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വന്നപ്പോഴേ അത് നടന്നിട്ട് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും. പിന്നെ ഇവിടെ പെട്ടെന്ന് മാറ്റം വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നെറ്റിനും വർക്ക് എടുക്കുന്നുണ്ടാവും. ലൈറ്റ് ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. ഡ്രെയിനേജ് ഇപ്പോഴും അതിന്റെ വർക്ക് തീർന്നിട്ടില്ലല്ലേ? ഇത് പുട്ടം പുട്ട ഡ്രെയിനേജ് ഒക്കെ. അതെ, അതുണ്ടായിക്കോട്ടെ. മലവെള്ളം വരാണ്ട് ഇവിടെ. അപ്പൊ ഇത്ര നമ്മളെ ഹൈറ്റിക്ക് അണ്ടർപാസിന്റെ ഹൈറ്റിക്ക് കട്ട. അപ്പൊ നമ്മള് പോണത് നിലവിലുള്ള പുതിയ സർവീസ് റോഡും കൂടി. അപ്പൊ രണ്ട് സൈഡിൽ കെട്ടുണ്ട്. അതെ, രണ്ട് സൈഡും അടുപ്പിച്ച. മറ്റേ എല്ലായിടത്തും നമ്മള് നടക്കല് ഹൈറ്റ് കുറവാണ്. അപ്പൊ എളുപ്പത്തിലേ നമ്മള് നെണ്ട് കണ്ട നേരത്തി കൊടുക്കണ മണ്ണ് നെണ്ടൊന്ന് നീണ്ടിക്കണം. അപ്പൊ ആ നെണ്ടൊന്ന് നീണ്ടിക്കണം. തടിയൊക്കെ പറ്റ മോശം. അതിന്റെ അടിയിൽ നല്ലൊരു വൃത്തിയിലൊരു വീട്. ആരെങ്കിലും കണ്ടോളി, ആ വീടിന്റെ ഭംഗി കാണണമെങ്കിൽ. വലിയ മോശമായി പോയി. അതെ, അടിച്ചാൽ മതിയെന്നില്ലേ? പിന്നെ നമ്മൾ ഇത് എവിടെ നിൽക്കുന്നിടത്തൊരു ഡ്രെയിനേജ് കൂടി ഉണ്ടായിരുന്നു. ഈ അമ്മിക്കുട്ടി വരുന്ന ഭാഗം ഡ്രെയിനേജിന്റെ ഭാഗമാണ്. ഡ്രെയിനേജ് മേലാണ്. അപ്പൊ നമ്മളിങ്ങനെ അണ്ടർപാസിന്റെ അമ്മക്ക് എത്തി. പിന്നെ നമ്മള് അന്ന് കാണിച്ചിരുന്ന ഫസ്റ്റ് വീഡിയോയില് ഇവിടെ അത്യാവശ്യം നീളങ്ങത്തില് സർവീസ് റോഡ്. നമ്മൾ ഈ അണ്ടർപാസിന്റെ ഭാഗം ഒരു സൈഡ് മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. നമ്മള് 3 റോഡിന്റെ നീളമുള്ള കോൺക്രീറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ വേറെ അവിടെ നിലവിലെ റോഡ് ബ്ലോക്ക് ആക്കി. അതെ, അതല്ല, നമുക്ക് ഇനി ഒരു 3.5 മീറ്റർ കൊണ്ട് ആണ്ട് പോകണ്ട്. ഇത് 10 മീറ്ററേ ചെയ്തിട്ടുള്ളൂ. 10 കൂടി പോവാണ്ട്. പൂക്കിപ്പറമ്പ് പറഞ്ഞ മാതിരി ചെറിയ അണ്ടർപാസ് എന്ന് പറയാണ്ട് 5 കണ്ടം കൂടി വരാണ്ട് മക്കളെ പുതിയതാ ഡിവിഷൻ. അതെ, ഇപ്പൊ നമ്മള് നിലവിലുള്ള റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് ഇതിന്റെ ബാലൻസ് ഭാഗം കൂടി ചെയ്ത് കൊണ്ടുവരാറുണ്ട്. ആകെ വിക്രസം മാത്രം അടങ്ങിയില്ല, നിലവിലുള്ള റോഡ് ബ്ലോക്ക് ആയില്ല. നിലവിലുള്ള റോഡ് ബ്ലോക്ക് ആണ് ഇടിമുഴിക്കല്. പിന്നെ ഈ റോഡ് നമ്മൾ ഇന്നാളെ കാണിച്ചപ്പോൾ ഇവിടെ കമന്റ് പറഞ്ഞിരുന്നത് ഇന്ന ഭാഗത്തേക്ക് പോണ റോഡാണ്. പിന്നെ ഇവിടെ നല്ല മറ്റേ സാധനം കിട്ടി കേട്ടാ, മുഴക്കേണ്ടി വരും. നിധി കിട്ടിയിട ഫുള്ള് പാറല്ലേ. 1966 നിധി കിട്ടി. അപ്പൊ മറ്റേ വീട്ടിൽ വയ്ക്കണ വണ്ടികളെ നിങ്ങളൊക്കെ എന്താ പറഞ്ഞാൽ അത്രയും പാറയാണ്. നല്ല രസമുള്ള കല്ലിട്ട അദ്ദേഹം വലുപ്പം. അപ്പൊ നിലവിലുള്ള റോഡിന്റെ കോൺക്രീറ്റ് ഒക്കെ വടിച്ചുകൊണ്ട് ഇനി സെറ്റ് ആക്കാനുള്ളൂ. അത് ചുരുക്കി പറഞ്ഞാൽ ഈ റോഡ് നല്ല ബ്ലോക്കാണ്. ചെറിയ സർവീസ് റോഡ് ഇട്ടോട്ടാണ് ഇതിന് കൂടെ ഉള്ള വാഹനങ്ങൾക്ക് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ആ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുമ്പോൾ ആ സൈഡിലും സർവീസ് റോഡ് സെറ്റാണ്. ഇതാ പുതിയ സർവീസ് റോഡ്, പഞ്ചായത്ത് റോഡാണ്.
കണ്ട ഇവിടുന്ന് കട്ടന്റെ പണിയെടുക്കാനുള്ളതാണ് നമുക്ക് നേരെ തല വരെ കൊണ്ടുപോകാനാണ് കട്ടകൾ ഇറക്കി വെച്ചിട്ടുള്ളൂ. അതെ, മാറ്റങ്ങൾ നല്ല നടന്നിട്ടുണ്ട് മക്കളവിടെ. ഈ വീടുകളൊക്കെ ആകെ കുടുങ്ങിയില്ല. അവിടെ ഒരു വണ്ടി നിക്കണൊക്കെ അവര് ചിരിച്ചാണ്. അതല്ല എന്റെ വീട് നാഷണൽ ഹൈവേന്റെ തൊട്ടടുത്താന്ന് പറയില്ല, അഭിമാനത്തോടെ. അഭിമാനത്തോടെന്നല്ല, വീണ്ടും സർവീസ് റോഡിന്റെ ഭാഗം താത്തിയിട്ടാണ് പിന്നെ പൊന്തി താത്തി അങ്ങനെയാണ് സർവീസ് റോഡ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ഒരു കടങ്ങാ കുടുങ്ങിയല്ല, ആ കടന്നാ കുടുങ്ങിയായിട്ടാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അപ്പൊ കണ്ട ഇതിനൊപ്പം പഞ്ചായത്തുകാർ ഒപ്പം പിടിച്ചിട്ടുണ്ട്. അതിന് പഞ്ചായത്ത് അല്ല, ഇവലെന്നെ ചെയ്ത് കൊടുക്കണേ. പോക്കറ്റ് റോഡിലേക്ക് ഇറങ്ങാനുള്ള ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയാക്കി വൃത്തിയാക്കി കൊടുക്കണേ. പിന്നെ ബുദ്ധിമുട്ട് വരരുതല്ലോ, അതാണ് ക്യാനാറ്. അതെ, ഇപ്പൊ നമ്മള് നിലവിലുള്ള റോഡിന്റെ അവസ്ഥകളൊക്കെ പറഞ്ഞാല് ഇപ്പൊ നിലവിലുള്ള റോഡിന്റെ വർക്ക് കാര്യങ്ങൾ നന്നായി നടന്നുകൊണ്ടിരിക്കല്ലോ. അപ്പൊ ഒക്കെ സർവീസ് റോഡും കൂടി ആക്കിയില്ല റോയി. പിന്നല്ലാതെ മക്കളെ ഇടിവേക്കൽ വന്ന ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫുള്ള് പാറ ഹേ. ഓ മൈ ഗോഡ്, എന്താ വർക്കിലപ്പോ? നമ്മള് നേരെ ഇപ്പൊ രാമനാട്ടുകാരെ ഫ്ലൈഓവറിന്റെ ഭാഗത്തേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരുന്നത്. മക്കളെ പിടുത്തം വിട്ടുകിട്ട ഇവിടെ പറഞ്ഞെങ്കിൽ ആരും മനസ്സിലാവില്ല. നമ്മളെ രാമനാട്ടുകാർ നടക്കുന്ന പാലം ഞാൻ ഇനിയിപ്പോ ഇംഗ്ലീഷുകാരൊക്കെ അതെ, ഇനിയിപ്പോ ഞാൻ അങ്ങ് പേച്ച് നന്നാക്കി എടുത്തെന്ന് പറയണ്ട, അറിയാതെ തൊള്ളിയിൽ വരികയാണ് മക്കളെ. നിങ്ങൾക്ക് കമന്റിലൊക്കെ ചെയ്യുമ്പോള് ബ്രിഡ്ജ് ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പറയുമ്പോ നമുക്ക് ആ വാക്കുകൾ മനസ്സിൽ ഉൾപ്പെടുത്തും നമ്മളെ. അതാണ്. പിന്നെ ഓട്ടോമാറ്റിക് നമ്മൾ അതിലേക്ക് ഇങ്ങനെ മാറി മാറി വരികയാണ്. പിന്നെ ഞാനും പാപ്പൊക്കെ നോർത്ത് ഇന്ത്യ പഠിച്ചോണ്ടേ, അതെ, ഞങ്ങൾ എവിടെ ഉപയോഗിച്ചാലും ഇംഗ്ലീഷാണ് വരുന്നത്. അതെ, പിന്നെ നമ്മളെ പാലത്തിന്റെ വർക്ക് ഇപ്പൊ നമ്മളെ അടിയിലേക്ക് പോയി വെക്കാനും അതിന്റെ കറക്റ്റ് അറിയുള്ളൂ. അതെ, അപ്പൊ സിഗ്നൽ എത്തുന്നതിന് മുന്നേ ഡ്രെയിനേജ് ഒക്കെ സെറ്റ് ആക്കി കൊണ്ടിട്ടുണ്ടല്ലേ? അതെ, ആ പാലത്തിന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുന്നല്ലേ ഡ്രെയിനേജ്. പിന്നെ സർവീസ് റോഡിന്റെ ഭാഗങ്ങളാണ് വാളാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മിന്നും പ്രകടനമാണ് ഇവിടെ മൊത്തത്തിൽ കാഴ്ച വെച്ചിരിക്കുന്നത് മക്കളെ. രാമനാട്ടുകാരെ ഇല്ല, പിന്നെ രാമനാട്ടുകാരിൽ ആറാട്ട് തീരാത്ത ഭൂമിയാക്കി മാറ്റി KNRന്റെ പടയാട്ടം തുടരുന്നു. അപ്പൊ നമ്മൾ ടേക്ക് ഡിവിഷൻ എടുത്തുകാണ്ട് റോഡിലേക്ക് ഒന്ന് പോണം. അപ്പൊ എന്താ ഭീമൊക്കെ കൊണ്ട് സെറ്റ് ആക്കിയല്ല ഇവിടെ. അതാ നിക്കണോ കേക്കൊക്കെ ചുട്ടിച്ചിക്കണ്. ചൂടണല്ലോ, എത്ര പോലെ ആൾക്കാർ ഇത് നോക്കിക്കണ്ട് ചൂടാന്. ബേസിക്കലി നമ്മള് റോമിംഗ് സെറ്റ് ആയതുകൊണ്ട് റോമിംഗ് കൂടെ അല്ല, നമ്മള് എന്തായാലും ആ പാലത്തിന്റെ ആണ്ട് എത്തണമെങ്കില് നമ്മൾ ഈ റോഡിന് വരണേ. നമ്മളെ എന്തായാലും ഇവിടെ വരണിട്ട് അറിയേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടുത്തെ പ്രദേശത്ത് 1 വേണോ 2 വേണോ എന്നൊന്നും അറിയില്ലല്ലോ. അറിയില്ല. ഏതായാലും നമ്മള് വീഡിയോ എടുക്കാനാണ് മക്കളെല്ലാം. റോഡ് സൈഡിൽ കൂടി പോയിക്കാണ്ട് വല്ല അലമ്പുണ്ടാക്കാനല്ല. നമ്മളെ ഹിസ്റ്ററി തന്നെ. അതെ, സംഭവം നമുക്ക് ഇതെന്താറില്ല, പ്രായം തളർത്താത്ത വീര്യം ചേട്ടൻ ഒരു മുക്കാവണ്ടി സൈക്കിളായിട്ട് വരുന്നുണ്ട്. അല്ല, നല്ലതാണ്. എനർജിക്ക് ഒന്നാമത് നല്ല സൈക്കിളോട്ട് നല്ലതാണ്. ഇപ്പൊ നമ്മളവിടെ നടക്കുന്നത് ഫുള്ള് എന്താണ്, പള്ളാച്ച് ഫുഡ് തിന്നാ രാവിലെ ഓടാൻ പോവാ. പിന്നെ പല സൈക്കിളോട്ട് ഉണ്ട്, അത് ശ്രദ്ധിക്കണം. അതെ, അപ്പൊ നമ്മളിങ്ങനെ പോയിട്ട് മോനെ നമ്മളെ തൽപ്പറ കണ്ട അതേ ഭീമല്ല, പടുകൂറ്റം ഭീമ് കൊയിഞ്ഞ് വെച്ചിങ്ങനെ മക്കളെ. നമ്മളെ തൽപ്പറ ഈ അയച്ചിയടാ. അപ്പൊ ഇവിടെ ഫുള്ള് സെറ്റ് ആണ്. പിന്നെ നമ്മളെ പാലത്തിന്റെ വർക്ക് ഇപ്പൊ എന്തായി അറിയണെങ്കില് അതിന്റെ ചോട്ടിക്ക് തന്നെ നമ്മള് പോണം, നിർബന്ധാണ്. അല്ലാതെ ഇപ്പൊ അതിനായിട്ട് വന്ന് ഒരുമ്പെട്ട് വന്നതാണ്. ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വീഡിയോ കവർ ചെയ്യണം. ഇത് പഴയ റോഡാണ്, ഇത് പഴയ പാലല്ലേ? ചെറിയൊരു പാലം, തെറ്റില്ലാത്ത പാലം. ഈ പാലൊക്കെ ഇനി അനാഥായി പോലോ ആവാ. സർവീസ് റോഡ് അതല്ല, ആ പാലടാ. അതിന്റെ ഉള്ളില് പാലം കടന്നു പോയത് പഴയ പാലം. പുതിയത് ഫ്ലൈഓവർ ഇങ്ങനെ പൊന്തി പോകണല്ലോ. ഫ്ലൈഓവർ അതാ, പടുകൂറ്റം ഭീമുകള് പില്ലറുകള് ഒക്കെ പഴയ പാലം ആദ്യത്തെ ഇങ്ങനെ വളഞ്ഞിട്ടുള്ള സംഭവമാണ്. ഇങ്ങനെ നല്ല രസമുള്ള വളവാണ്. അതേ ആർച്ചിലല്ല, പക്ഷെ അതിനെക്കാട്ടി ഹൈറ്റ് കുറവില്ല ഇത് ചെയ്യണേ. ഇതിന് നമുക്ക് ഭീമും കാര്യങ്ങളൊക്കെ വെക്കാണ്ട്, ഭീമ് വെക്കുമ്പോഴാണ് ഇതൊന്നും കൂടെ സെറ്റ് ആവുള്ളൂ. ഇതാണ് തുടക്കത്തിലെ ഭീമ്. അതെ, അല്ല ഇതിന് ഭീമ് വരുമ്പോ മറ്റേ പഴയ പാലത്തിന്റെ വരും. അപ്പൊ നമ്മളിവിടെ പാലത്തിന്റെ പണി ഏകദേശം തീർന്നിട്ടുണ്ട്. ഫൗണ്ടേഷൻ നല്ല മേൽക്കൂരിന്റെ പണി ഫുള്ള് തീർന്നിട്ടുണ്ട്. കണ്ടിച്ച് മേൽക്കൂര് കാണണേ. പിന്നെ 2 സൈഡിലും പടുകൂറ്റനായി തളർന്നു മോനെ, നമ്മള് മൂന്ത കുത്തി വീണിന് മോനെ. അത് കണ്ടിച്ച് ഫുള്ള്. അപ്പൊ രാമനാട്ടുകാരാ, ഇത് പാലത്തിന്റെ പണി ഏകദേശം 50% തീർന്നിക്കണെന്ന് കൊടുത്താണ്ടിട്ടാ. അങ്ങനെ ആക്കല്ല, ഉദ്ഘാടനം പറഞ്ഞ ഉദ്ഘാടനം അടുത്ത വീഡിയോ കൊടുക്കല്ലേ? അടുത്ത വീഡിയോ ഉദ്ഘാടനം പറയാം. ഈ വീഡിയോയിൽ ഉദ്ഘാടനം പറയണ്ട. അപ്പൊ വെറുതെ ഇല്ലാത്ത പറയണ്ട. അതെ, അപ്പൊ എന്തായാലും കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. നമ്മള് 2 സൈഡിലും ഇനിയിപ്പോ നമുക്ക് ഇവിടെ വരാനുള്ളത് ഈ ഇവിടെ റൗണ്ട് അബൌട്ട് അണ്ടർപാസ് ആയിട്ട് പാലം വന്നോണ്ട് പിന്നെ ആവശ്യമല്ലേ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ രാമനാട്ടുകര ഫ്ലൈഓവറിന്റെ അടിയിൽ കൂടെ ഇത് നേരെ രാമനാട്ടുകര ടൗണിൽ പോകുന്ന ഭാഗമാണ്. അതെ, അപ്പൊ നമ്മളിങ്ങനെ കടന്നിട്ട് നേരെ ആ ഭാഗത്തേക്ക് പോവാം. ആ സൈഡ് എടുക്കാം നമുക്ക്.
വെച്ചാൽ ഇപ്പൊ ഇവിടെ ഫുള്ള് ട്രാക്ക് ഡീസൽ ആയതുകൊണ്ട് മൊത്തം പ്രശ്നങ്ങളാണ്. അപ്പൊ പിന്നെ എന്തായാലും നമ്മളെ എല്ലാ കാലുകളും പറ്റുമോ അങ്ങനെ കേട്ടോട്ടില്ല, വണ്ടി പോവില്ല. ഓ മൈ ഗോഡ്. അപ്പൊ ഇവിടുത്തെ എല്ലാ കാലുകളും പൊന്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ക്യാമറ പൊന്തിച്ച് പിടിച്ചാൽ കറക്റ്റ് കിട്ടും. ക്യാമറ സെറ്റാണ്. അതെ, കണ്ടില്ലേ, പാലം താന്ന് വന്നു. അതാണ്. അപ്പൊ നമ്മളെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വർക്ക് നടന്നു കേട്ടോ. എന്തായാലും ഒരു 3 മാസത്തിനുള്ളിലാണ് നമ്മളെ ഈ പാലത്തിന്റെ വർക്ക് നടക്കാൻ തുടങ്ങിയത്. പിന്നല്ലാതെ പറഞ്ഞറിയിക്കാനും പെട്ടെന്ന് ഇത് ഇത്രയും വലിയ സെറ്റപ്പ് അയക്കണമെങ്കിൽ ഭയങ്കര സംഭവമാണ്. ഇനി ഇനി രാജസ്ഥാനിൽ നിന്ന് മറ്റേ കേക്ക് എടുക്കാൻ വേണ്ടിട്ട് അമേരിക്കയിൽ നിന്നൊക്കെ മിഷനറി വരേണ്ടി വരുമല്ലോ, നമ്മൾ പോകേണ്ടി വരും. അതെ, അവിടുത്തെ എടുക്കണ അന്ന്. പിന്നെ അല്ലാതെ അന്ന് പറഞ്ഞ കളി ഉണ്ടാവട്ടെ മക്കളെ. അതെ, പിന്നെന്തായാലും നമ്മളെ ഈ ഭാഗത്ത് നിന്നായിട്ട് പ്രത്യേകിച്ച് ഒരു വീഡിയോ എടുക്കുന്ന ഒരാൾ നമ്മൾ കാണില്ലല്ലോ നമ്മള് യൂട്യൂബ് ചാനലില്. എല്ലാരും മലപ്പുറം കോയിന്റെ കാലം മുടിച്ചേരി അവിടെ കിടന്ന് തിരിയല്ല. മൊത്തത്തിൽ അവിടെ അല്ല, ഒന്നാമത്തെ ഫുൾ ആ ഭാഗത്തുള്ള ആൾക്കാരാണ്, ആത്തുള്ള ആൾക്കാരുമാണ്. അവര് ജില്ല വിട്ടു പോണി. അതെ, ഇനിയിപ്പോ അഥവാ ഈ ഭാഗത്തുള്ള ആൾക്കാർ ആരെങ്കിലും വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ എന്തായാലും ഓരോ ലിങ്ക് ഒക്കെ ഇട്ടാൽ നമുക്ക് കുറച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കല്ലോ. തീർച്ചയായിട്ടും അല്ലേ. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് അവർക്ക് അറിയുന്ന ഭാഗങ്ങളാവും. അപ്പൊ അവര് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് അറിയാം ഈ ഭാഗങ്ങൾ ഇങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണം. അപ്പൊ നമ്മൾക്ക് ശ്രദ്ധിക്കാതെ പോണ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് ക്യാച്ച് ചെയ്യാം. ലിങ്ക് ഉണ്ടാവുന്നത് നല്ലതല്ലേ. അതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മക്ക് എല്ലാ രാജ്യത്ത് വിവരമുള്ള ആൾക്കാർ നമ്മളൊപ്പം ഉണ്ടായത് നമുക്ക് ഒരു ബേജാറും. അപ്പൊ ഇവിടുന്നാണ്ട് വരുമ്പോ പിന്നെ സൈഡ് വാളില് ഭീമിന്റെ ഇവിടെ കുറെ ആൾക്കാർ കൂടിയിരിക്കണം. ആരും മരിച്ചാ ചുരുക്കി പറഞ്ഞാല് മരിച്ചാ മറ്റേ കമ്പി കയറ്റാനുള്ള പരിപാടിയിലാണ്. മറ്റേ അതിന്റെ അണ്ണാക്ക് കൂടെ കമ്പി കയറ്റുള്ള പരിപാടിയാണ്. അതെ, പിന്നെ നമ്മളെ KNRന്റെ പരിപാടി കഴിഞ്ഞു. നമ്മളിനി വേറെ ടീമിന്റെ വർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഇവിടെ കർട്ടനും കാര്യങ്ങളൊക്കെ കെട്ടിട്ടാ. അപ്പൊ മുത്തുമണികൾ നമ്മളെ KNR അവസാനിച്ചിങ്ങനെ പറഞ്ഞാണ്ട് ഈ അടുത്ത ജില്ല നമ്മൾ പൊക്കി പറയാൻ പോവുകയാണ്. അതിനനുസരിച്ചുള്ള വിവരങ്ങൾ കിട്ടിയാലേ പൊക്കുള്ളൂ. കളി നടക്കാതെ നമ്മൾ പൊക്കും. കർട്ടൻ കെട്ടിയത് ഭയങ്കര മോശമായിട്ട്. എല്ലാത്തിനും ഒരു മറ നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഓവറായി പോയി. ഇങ്ങനത്തെ മറ എനിക്ക് മറ കെട്ടായിരിക്കലാണ് വല്ലാത്തൊരു മറായി പോയി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ രാമനാട്ടുകാരെ ഫ്ലൈവർ വരുമ്പോ 2 സൈഡിലും ഡ്രെയിനേജ് ഉണ്ട്. അറ്റാച്ചിലൊക്കെ സെറ്റ് ആണ്. സേവാമന്ദിരം രാമനാട്ടുകര ഭാഗത്തിന്റെ പഞ്ചായത്ത് ഭാഗത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അതെ, ഇവിടുത്തെ അവസ്ഥകളൊക്കെ അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് അവസ്ഥകളില്ല. ഇവിടെ വെച്ചാൽ ഫുള്ള് പാർക്കിംഗ് ഏരിയ ആക്കി മാറ്റിയാണ്. അന്നത്തെ പോലെ തന്നെയാണ്. ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഫുള്ള് ഇവിടെ നമ്മൾ അന്നേ പറഞ്ഞാണ്, ഇവിടെ നിലവിൽ റോഡ് രണ്ടും ഒരേ ലെവലായതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ചെയ്യാം. ഒന്ന് പൂസിക്കാണ്ട് പെയിന്റ് അടിച്ചാനുള്ളൂ. മിനിറ്റ് പണിന്റെ പണിയല്ല. ഇപ്പൊ പൊന്നാനി ബൈപ്പാസില് നമ്മളെ വളാഞ്ചേരി പൊന്നാനി ബൈപ്പാസില് ടാറിങ് ഫുൾ കഴിഞ്ഞു. ഫുൾ ലെവൽ ടാറിങ് കഴിഞ്ഞു. നമ്മളെ റോഡിന്റെ ഫുൾ വർക്ക് അവിടെ തീർന്നു. പൊന്നാനി ബൈപ്പാസ് 11 മീറ്ററിൽ ഏകദേശം 8 മീറ്ററോളം 8 കിലോമീറ്റർ ഇട്ടാ. 8 കിലോമീറ്റർ വർക്ക് ഏകദേശം തീർന്നു. നമ്മളെ പൊന്നാനി ബൈപ്പാസ് കിടക്കുന്നത് മറ്റേ അയിങ്കല ടു പൊന്നാനി ഏകദേശം 11 കിലോമീറ്റർ ആണ്. അപ്പൊ അവിടെ നമുക്കാണ്ട് എത്തിയിട്ടില്ല. അപ്പൊ അവിടെ നമ്മള് യൂട്യൂബർമാരെ കൊണ്ട് കാല് തടഞ്ഞു വീഴാണ്. അപ്പൊ ഡെയിലി അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മള് നമ്മള് വരണം. അതുകൊണ്ട് നമ്മൾ ഒന്നുകൊണ്ട് ആയിട്ട് വരാം. അതാണ്. അപ്പൊ നമ്മളവിടെ വർക്ക് നടക്കുമ്പോഴേ എല്ലാ ഭാഗത്തും എത്തുള്ളൂ. അതെ, പിന്നെന്ന് പറഞ്ഞാൽ ഇവിടേക്ക് ഇനി മേസർ വരണ്ട. 2 ഹെൽപ്പറിനെ വിട്ടാലും ഇവിടുത്തെ പണി തീരും. അതെ, ഇവിടേക്ക് മേസറിന്റെ ആവശ്യമില്ല. മേസറിന്റെ ആവശ്യമില്ല മക്കളെ. ഇവിടുത്തെ അവസ്ഥകളൊക്കെ അത്രേ ഉള്ളൂ അല്ലെ. അതാണ്. നമ്മൾ കുറച്ചാണ് പോയി നോക്കാം. അതാണ് മക്കളെ. അങ്ങനെ നമ്മളെ അറപ്പ പാലത്തിനോടൊക്കെ പോയിട്ട് എന്താണെന്ന് ഉൾപ്പെടുത്താം. അങ്ങനെ നമ്മള് കുറച്ചും കൂടെ മുന്നോട്ട് എത്തിയപ്പോൾ നമ്മളെ പാടത്തിന് വലിയ വാള് കെട്ടിക്കൊണ്ടിരിക്കണ്ടില്ലേ. അതെ വാപ്പ, ഇന്നേ വരെ ഇവിടെ ഒന്നും വർക്ക് നടന്നില്ല. മണ്ണ് കൂമ്പാരം ഉണ്ടായിരുന്നല്ലോ ഇവിടെ മൊത്തം. മണ്ണ് അതൊക്കെ മാറ്റി നല്ല വൃത്തിയിൽ സൈഡ് വാള് വരെ ഇവിടെ കെട്ടി നിർത്തിക്കണ്. അപ്പൊ ഇവിടെ കണ്ട മാറ്റം നല്ല മാറ്റം. നമ്മൾ ഈ ടൗണിൽ എത്തുമ്പോ ഇവിടുത്തെ പാലാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഫൗണ്ടേഷന്റെ വർക്ക് എന്നാണ് നടന്നിരുന്നത്. അടുത്ത പാലം രാമനാട്ടുകര ഫ്ലൈഓവർ കഴിഞ്ഞാൽ അടുത്ത പാലം വരുന്ന ടൗൺ ആണ്. അപ്പൊ നമ്മൾ ആ ഫ്ലൈഓവറിന്റെ ആ ഭാഗത്തേക്ക് എന്തായിക്കണെന്ന് പോകണമെങ്കിൽ നമ്മൾ ആണ്ടൊന്ന് പോകണം. തീർച്ചയായിട്ടും. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ പൊന്തയാണ്, രമണിയാണ്. രമണി കണ്ടുകാണെങ്കിൽ ചടക്കണ്ട. രമണി കരിഞ്ഞീണ്. രമണിയൊക്കെ കരിഞ്ഞ് അങ്ങോട്ട് ആ വാളുകള് നല്ല ഉഷാറായിട്ട് നല്ല കനുള്ള വാളാണ് കെട്ടിക്കൊണ്ടത്. നല്ല ഹൈറ്റ് വരാനുള്ള ഭാഗമാണ്. തീർച്ചവാളാണ്. പിന്നെ നമ്മളെ ഡ്രെയിനേജ് മുതലാണ് നമ്മളെ പാലത്തിന്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പൊ ഇവിടുന്നാണ്ട് പിന്നെ കാലുകളൊക്കെ പൊന്തിയിട്ടുണ്ടല്ലേ ടൗണില്. അതെ, പില്ലറ് ബീമൊക്കെ സെറ്റാണ്. ഫുൾ സെറ്റാണ്. ഫുൾ സെറ്റ് കണ്ടില്ലേ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് പൊതുവെ നല്ലൊരു ബ്ലോക്കായി. ഇപ്പൊ ചെറുതായിട്ട് വെയിലും വന്ന്. തുടക്കത്തില് വെയിലില്ലായിരുന്നു. അപ്പൊ ഇതൊരു പന്തീരങ്കാവ് അണ്ടറാണെന്ന് തോന്നില്ല. അതെ, നമ്മളിങ്ങോട്ട് വന്നിട്ട് ഒന്നുകൂടെ നോക്കാൻ ഇവിടെ എന്തായി നോക്കണം. കാരണം ഒരു കാല് ഫുള്ളായിട്ട് പൊന്തിട്ടാവാ. സെറ്റാണ് മൊത്തം. മേലെ ബീം വരെ വാർത്ത്. ഫുൾ വാർത്തില്ല.
നമ്മളെ മേലെ ബീം വരുന്ന പരിപാടി. ഇവിടുത്തെ കമ്പനിക്ക് അത്ര കളറിങ് ഫുള്ളുള്ള കമ്പികളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അടുത്ത പൈലിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുള്ളൂ, അടുത്ത ബീം ഒന്നും ആക്കിയിട്ടില്ല. ഇവിടെ വർക്കുകള് സ്ലോ ഒന്നല്ല, ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന നമ്മൾ അറപ്പുഴ പാലത്തിലെ എന്തായി എന്നുള്ള വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതെ, അപ്പൊ വീഡിയോ ഞങ്ങൾ മുറുക്കി പിടിച്ചിരുന്നോളി. അറപ്പുഴ ടൗണിലേക്ക് എത്തിയിട്ട് അവിടെ പാലത്തിന്റെ അവിടെ എന്തായി പൈലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുമെന്ന് അറിയണം. അപ്പൊ നമ്മൾ ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അറപ്പുഴ വേറെ ഒരു കളർഫുള്ളും കാര്യങ്ങളൊന്നും ഇല്ലടാ. ബ്ലാക്ക് ആണ്, ജപ്പാൻ ബ്ലാക്ക് അടിച്ചു കമ്പനിക്കേ. ഇവിടുത്തെ കമ്പനി അത്ര വലിയ സംഭവം കളറിംഗ് ഒന്നും ഇല്ലല്ലേ. അപ്പൊ കളർ മാറി. KNRന്റെ മുത്തുമണിയല്ല ഇപ്പൊ. അതെ, ഏതായാലും ബയാൾ തന്നെയാണ്. ബംഗാളി തന്നെയാണ്. ഹോസ്പിറ്റലിന്റെ മുന്നില്, ഹോസ്പിറ്റലല്ല റെസ്റ്റോറന്റ്, MRA എക്സ്പ്രസ് ഡ്രെയിനേജ് കാര്യങ്ങളൊക്കെ മാറ്റുന്നതാ. യെസ്. അപ്പൊ MRA ബാക്ക് ആൻഡ് റെസ്റ്റോറന്റ് അതിന്റെ ഫ്രണ്ടേജിലൊക്കെ ഡ്രെയിനേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡും വർക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ കടവത്ത് റിസോർട്ടിന്റെ ബോട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ. ഇല്ല, നമ്മള് കടവത്ത് റിസോർട്ട് നടത്തിയിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെ പൊടി മാറിയിരിക്കുന്നത്. കണ്ടെയ്നർ, വാട്ട് ഈസ് ദിസ് കണ്ടെയ്നർ? പൊടി മാറി, കണ്ണൊക്കെ പോയി മഞ്ഞളിച്ച്. ഓ മൈ ഗോഡ്, ഇതെന്താ വാപ്പ പെട്ടിക്കൂടെ? അത് നിക്കാനുള്ള ഓഫീസിലാ. ഓ മൈ, അതിന് ഫുള്ള് AC ആട്ടാ. മക്കളെ വീണ്ടും തുരപ്പൻ പാസി നേരത്തേക്ക് തരല. അടങ്ങി നിങ്ങള്. പറ്റൂല, അതൊന്നും എടുക്കൂല. ഞങ്ങള് അടങ്ങാറാക്കിയ കമ്പനി ആക്കിയില്ല. അല്ല മലയാളം പറഞ്ഞേ. നല്ല വർക്കിലാണ്. അങ്ങനെ അപ്പൊ നമ്മളെ KMCC കമ്പനി ഉണ്ടല്ലോ, അത് KMCCന്റെ കമ്പനി വലിയ സ്പീഡും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെ പുഴയിൽ നല്ലൊരു ബോട്ട് പോകുന്നുണ്ട്. 1984 മോഡല് അല്ലേ. ജാംബുവാന്റെ മോഡലുള്ള ബോട്ടാണ് പോണേ. അപ്പൊ എന്തായാലും KMCC കമ്പനി എടുക്കുന്ന വർക്കിൽ ഇപ്പൊ നമ്മള് വരുന്ന പാലം KNRC എടുക്കുന്നിടത്ത് പലയിടത്തും പാലത്തിന്റെ മുക്കാ ഭാഗം പണികൾ തീർന്നു. കംപ്ലീറ്റ് എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്. അതെ, അതിലൊക്കെ 90% വർക്കുകൾ തീർന്നില്ല. വള്ളത്തിന് കഴിച്ചാക്കിയില്ല. ഭീമും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൂ. പക്ഷെ ഇത് വെള്ളം ഉണ്ടായാലും വെള്ളം ഇല്ലെങ്കിലോ ഇവിടെ സംഭവം വർക്ക് നടക്കണില്ലല്ലോ. കമ്പനി അതെ പൈലിങ്, അതെ ഈ ഭാഗത്ത് പൈലിങ് നടക്കണില്ല. അതെ, പുഴ തൂർക്കാൻ അവർക്ക് വണ്ടിയിട്ട് ഇറങ്ങിയാണ് പൈലിങ് ചെയ്ത് തുടങ്ങാനുള്ള ഭാഗമാണ്. അതെ അതെ, ആ ഭാഗങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കണ്ടില്ല നിങ്ങള്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകള്. നമ്മൾ ഈ വീഡിയോ ഇവിടെ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. വെയില് മൂത്തുകണ്, അതുകൊണ്ട് കാര്യമില്ല. എന്തായാലും ഈ വർക്ക് നടക്കണേ. നമ്മൾ ഇനി അറപ്പുഴ പാലത്തിന്റെ അവിടുന്ന് വേറെ മാമ്പഴ പാലം വരെ എന്താ വർക്ക് നടക്കണം നോക്കിയിട്ട് അതിന്റെ ഒരു വീഡിയോ അവിടെ ചെയ്യാണ്ട്. തീർച്ചയായിട്ടും. അതെ, അപ്പൊ എന്തായാലും ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാവും വീഡിയോ വരല്. അപ്പൊ വലിയ മാറ്റങ്ങൾ പ്രത്യേകിച്ച് നമ്മളെ KMC ആയതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും കുറ്റപ്പെടുത്തിയല്ലാട്ടാ, നമ്മള് കണ്ടു പറഞ്ഞാണല്ലോ. അപ്പൊ അതെ അതെ, അത്ര വലിയ വർക്കും കാര്യങ്ങളൊന്നും സ്പീഡും കാര്യങ്ങളും ഇല്ലാത്തൊരു കമ്പനിയാണ് തോന്നുന്നില്ല. അതെ. അപ്പൊ ഇവര് ഇതിന്റെ അടിയിൽ പറഞ്ഞ ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല നിരപ്പ് ഭാഗങ്ങളാണ്. അതൊക്കെ അവര് പൂർത്തിയാക്കി വെച്ചിരിക്കുന്നത്. അതെ, പിന്നെ ഇത് കുറച്ച് ടഫുള്ള ഭാഗമാണ്. അതൊന്നല്ല, മെറ്റലും കാര്യങ്ങളൊക്കെ പോണ്. വണ്ടി അതാ പോണ്. അല്ല, അത് അവിടെ ഇവിടെ തട്ടാളാണ്. ഏതായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. തീർച്ചയായും എല്ലാവരോടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.